നമ്മളെ ഓണത്തിനുള്ള കൃഷിയെല്ലാം തുടങ്ങാൻ പോവാണ്. അപ്പം മഴ ആയതുകൊണ്ട് എങ്ങനെയായി തീരുമെന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ കുറച്ച് മുളക് മാത്രം നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു, ബാക്കിയെല്ലാം ഷീറ്റ് പിടിച്ചിട്ടിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അതിനകത്ത് മൊത്തം പട്ടിയുടെ ഭയങ്കര ശല്യമാണ്, എല്ലാം ചവിട്ടി കീട്ടിരിക്കുക. എങ്കിലും മഴയാണെങ്കിലും വിചാരിച്ചിതൊന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല, കാരണം മഴ നന്നായിട്ട് കടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ പ്രശ്നമായിരിക്കും. പക്ഷെ പടവലത്തിനും പാവലിനും വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. ബാക്കിയെല്ലാം മുളകിനും വലിയ കുഴപ്പം വരാൻ സാധ്യതയില്ല. ബാക്കിയെല്ലാം ഒരുപാട് മഴ ഇങ്ങനെ നിൽക്കും. പയറിനൊക്കെ പ്രശ്നമായിരിക്കും ഒരുപാട് മഴ ഇങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ 5-8 വാരം പയർ നമുക്ക് അഴി പോയപ്പം വെട്ടിക്കളയേണ്ടി വന്നു. അങ്ങനെ നമുക്ക് ഇപ്പോൾ പടവലത്തിൻ്റെ തൈകളാണ് നടാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിത്തെല്ലാം ഞാൻ തന്നെ വാങ്ങി പാവിയെടുത്തതാണ്. അപ്പോഴും ആർക്കെങ്കിലും ഇനിയും തൈയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പടവലം, പാവൽ, പയർ, വഴുതന, പച്ചമുളക്, സിറയാണ് പച്ചമുളക് സിറ നട്ടിരിക്കുന്നത്. അതേപോലെ തക്കാളി, നല്ല ഒരു വെറൈറ്റി തക്കാളി, ശിവ എന്ന് പറയുന്ന ഒരു വെറൈറ്റി തക്കാളിയാണ് നമ്മൾ പാവിയിരിക്കുന്നത്. അതേപോലെ ലേഡി കുക്കുംബറും ബന്ദി തൈകൾ, ഇതെല്ലാം ഓണത്തിനേക്ക് വേണ്ടി നമ്മൾ പാവിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലും വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇപ്പം ഈ സമയത്ത് നമുക്കിതെല്ലാം നടാൻ പറ്റും. വലിയ മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിനേക്ക് ഇപ്പം നട്ട് കഴിഞ്ഞാൽ എല്ലാം ഓണത്തിനേക്ക് നമുക്ക് കിട്ടും. അന്നേരം നമുക്ക് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് നടാവേ. ആ ഒരു റോയിലാണ് ഞാൻ നട്ടിരിക്കുന്നത് കുക്കുംബറ. ആ കുക്കുംബറേ 2 ടൈപ്പ് കുക്കുംബറ ഇപ്പം നടുന്നുണ്ട്, പച്ചയുണ്ട്, വെള്ളയുണ്ട്. ഇവിടെ മാത്രം നമ്മൾ മറ്റേ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടേ, കാരണം ഇവിടെ കൂടെ മറ്റേ ഷീറ്റ് തികഞ്ഞില്ല, അതുകൊണ്ട് പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നോക്കി എല്ലാം നമ്മൾ ഇത് വെച്ചിരിക്കുക, ഓല വെച്ചിരിക്കുകയാണ്. കാരണം പട്ടി കയറി എല്ലാം മാറി ഇട്ടിരിക്കുക. പട്ടി അവിടെ എല്ലാം കയറി കടിച്ച് കുറച്ചില്ല, ഷീറ്റെല്ലാം കടിച്ച് കുറച്ചിട്ടിരിക്കുക, പൈപ്പ് കടിച്ച് കുറച്ച് കളയുന്നു, എല്ലാം കടിച്ച് കുറച്ച് കളയുന്നു. അതുകൊണ്ട് പട്ടിയുടെ ശല്യം ഭയങ്കരമായതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് ഇപ്പം സംശയമായി തീരുന്നിരിക്കുക. ആ ഒരു രീതിയിലാണ് പട്ടിയുടെ ഭയങ്കര ശല്യമായിട്ടിരിക്കുകയാണ്. ഇതേപോലെ നമ്മൾ ഹോളിട്ടിട്ടാണ് കുക്കുംബർ നട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പം നമുക്ക് ഓല ഇട്ടാലേ ഇപ്പം ഇനി രക്ഷയുള്ളൂ. ഓല ഇട്ട് കഴിഞ്ഞാൽ ഓലക്കകത്ത് വലുതായിട്ട് കയറത്തില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഓല ഇട്ടിരിക്കുക. കുക്കുംബറിൻ്റെ വിത്താണ് ഇത്, പച്ച കുക്കുംബറാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇത് നല്ല പിടുത്തമുള്ള, പക്ഷേ ഉണക്ക സമയത്ത് കുക്കുംബറിന് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അത് നന്നായിട്ട് പടരുന്നില്ലല്ലോ, ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പടരുന്നില്ല. പടരാതെ തന്നെ പിടിക്കുന്നത് കൊണ്ടേ കയ്പ്പ് കൂടും, നല്ല കയ്പ്പ് കാണും.